ഡോക്ടർ ശശി തരൂര് ഓരോ ദിവസം കഴിയുന്തോറും കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഇപ്പോൾ നാവ് പൊന്തുന്നത് നമ്മുടെ കെ മുരളീധരനും പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് എം പിക്ക് മാത്രമാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണിപ്പോൾ തരൂരിനെ കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതായി തീർന്നിരിക്കുന്നത്. തരൂര് അവർക്ക് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവരവരുടെ കാര്യം നോക്കുക, അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എന്നെക്കുറിച്ച് അവർക്ക് എന്തറിയാം, ഈ പറയുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നുകൂടി അവർ തിരിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും തരൂര് തൂക്കിയെടുത്ത് ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് എന്ന് ചുരുക്കം. രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാം, ഇനി ഇത്തവണ കൂടി ഒന്ന് നിരങ്ങി എം പി സ്ഥാനത്ത് മുമ്പോട്ട് പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഷെഡിൽ കയറേണ്ടി വരുമെന്നുള്ള ഒരവസ്ഥ കൊണ്ട് തരൂരിനെ വിരട്ടിക്കൊണ്ടിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാസർഗോഡ് പോയി ജയിച്ചു എന്നുള്ളത് കാര്യം മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് ഉള്ളൂ. അത് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുണ്ടായ ഒരു തരംഗത്തിൽ കയറിപ്പോയതാണ്. 2019 24 ഒക്കെ തന്നെ. അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു മഹത്വം കൊണ്ടൊന്നുമല്ല. നിൽക്കുന്നിടത്തെല്ലാം തോറ്റിട്ടുള്ള ചരിത്രം മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താനുള്ളത്. ഇവർ രണ്ടുപേരും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ ശശി തരൂർ ആരാണ്, ശശി തരൂരിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട്, ഇതൊന്നും അവർ പറയുന്നില്ല. ഇപ്പം ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് മുരളീധരൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തരൂര് തിരുവനന്തപുരത്ത് എം പി ആയിട്ട് 4ാമത്തെ തവണയാണല്ലോ. എത്ര നാൾ ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് രാജ്മോഹനോ മുരളീധരനോ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. തിരുവനന്തപുരത്ത് എം പി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് മുരളീധരൻ അന്വേഷിച്ചിട്ടുണ്ടോ? മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തരൂര് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകണം. കാരണം മുരളീധരന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലമാണ് നോട്ടമുള്ളത്. തിരുവനന്തപുരത്തും അതായത് എല്ലായിടങ്ങളിലും കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ട് നടക്കുന്ന ആളാണല്ലോ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ നിന്ന് അവിടെ ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് അവരുമായിട്ട് സംവദിച്ച് ആ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനപിന്തുണ ആർജിച്ച് നിൽക്കുന്ന സമയത്താണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് വണ്ടി കയറ്റിവിട്ടത്. അവിടെയും വടകരയും കോഴിക്കോടുമൊക്കെ മുരളീധരന് വലിയ സ്വാധീനമുള്ള ഇടം തന്നെയാണ്. പക്ഷെ വടകരയിൽ നമ്മുടെ CPM ജയരാജാക്കന്മാരിലെ പ്രധാനിയായ P. ജയരാജനെ പരാജയപ്പെടുത്തി പാർലമെൻറ്റിലേക്ക് പോയത് വലിയൊരു വിജയം തന്നെയാണ്. അങ്ങനെ ആ വിജയം നമ്മുടെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ അത് കൂടുതലായിട്ടങ്ങ് ഉറപ്പിച്ച് നിർത്തി എന്നുള്ളതാണ്. പിന്നീട് വടകരയിൽ നിന്ന് നേരെ നേമത്തോട്ട് കൊണ്ടുവന്നു. BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും 2024 പാർലമെൻറ്റിലേക്ക് വടകരയിൽ നിന്നുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോഴാണ് അത് നിർത്തിയിട്ട് തൃശ്ശൂർക്ക് വണ്ടി കയറാൻ പറഞ്ഞത്. അങ്ങനെ തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെന്നും പറഞ്ഞ് ഒന്നും നടന്നില്ല. മുരളീധരനെ എല്ലാവരും കൂടെ കോൺഗ്രസ്സുകാർ കാലുവാരി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ മുരളീധരന് ഒരു വഴിയുമില്ലാതായി നടക്കുന്നു എന്നൊക്കെയാണ് ചിലരുടെ കണക്കുകൂട്ടൽ. വീണ്ടും വട്ടിയൂർക്കാവിൽ കൊണ്ടുവരാമെന്നൊക്കെ ചിലർ മോഹിക്കുന്നുണ്ട്. പക്ഷേ മുരളീധരൻ നിൽക്കില്ല. വട്ടിയൂർക്കാവിനും തനിക്ക് സുരക്ഷിത മണ്ഡലം അല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. BJP അവിടെ വലിയൊരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. BJP വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം ഒരു ജയമുറപ്പായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കുകയുള്ളൂ. അത് നടൻ കൃഷ്ണകുമാർ തന്നെ ആയിരിക്കും എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വരില്ല. മുരളീധരൻ ഒരു സാധ്യതയാകെ കാണുന്നത്
തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തായാലും ഒരു ഒഴിവ് വരും. അതായത് തരൂര് രാജിവെക്കേണ്ടി വരും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഇങ്ങനെ രണ്ടുപേരും കൂടെ, രാജ്മോഹനും മുരളീധരനും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്മോഹൻ പറയുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകൂ എന്നൊക്കെ വേണ്ടെങ്കിൽ. മുരളീധരൻ പറയുന്നു തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടികളിലും പങ്കെടുപ്പിക്കില്ല എന്ന്. തിരുവനന്തപുരത്തോട്ട് തന്നെ കാലുകുത്താൻ അനുവദിക്കത്തില്ല. നോ എൻട്രി ബോർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എം പിയെ ആ എം പിയുടെ മണ്ഡലത്തിൽ തടയുക എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? അല്ലെങ്കിലോ തരൂർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. തിരുവനന്തപുരത്തെ ഒരു വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് കണ്ടിട്ടുമില്ല. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ അദ്ദേഹം വർഷത്തിലൊരു തവണ മാത്രം കൃത്യമായിട്ട് എത്തുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഇതല്ലാതെ അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മുരളീധരൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം, മുരളീധരന് പാർലമെൻറ്റിലേക്ക് തന്നെ പോകണം. എന്തെങ്കിലും സ്ഥാനമില്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മുരളീധരനെ ഒതുക്കാനായിട്ട് ഹൈക്കമാൻഡിലെ ചില കക്ഷികളൊക്കെ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അത് മുരളീധരൻ അത് നന്നായി മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം നോട്ടമിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് BJP അതിനേക്കാൾ വലിയ നോട്ടമിട്ടും അവർ വിജയം ഉറപ്പിച്ചിരിക്കുന്നതുമായ മണ്ഡലമാണെന്നുള്ളതാണ്. മുരളീധരൻ കഴിഞ്ഞ കുറേ നാളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ സജീവമായിട്ട് തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് തരൂരിന് വിജയമുണ്ടായത്. മറ്റ് നഗരകേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വേണ്ട തരത്തിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. വേണ്ട പോലെ വോട്ട് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന ഘടകം കരുതുന്നത്. ആ സാഹചര്യത്തിൽ മുരളീധരനല്ല, കോൺഗ്രസിൽ നിന്ന് ആര് വന്നാലും ഇവർ ഈ തീരദേശ മേഖലകളിലേക്കായിരിക്കും കൂടുതൽ നോട്ടമിടുക. അവിടുത്തെ വോട്ട് കൂടുതലായിട്ട്. ഇപ്പോൾ തരൂർ തന്നെ വിജയിച്ചത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അത് ഇതുപോലെ തീരദേശ മേഖലയിൽ നിന്നാണ്. കോൺഗ്രസിനകത്ത് തരൂരിനോട് അന്നും എതിർപ്പുള്ളവരുണ്ടായിരുന്നു. പലരും ശ്രമിച്ചു തരൂരിനെ പരാജയപ്പെടുത്താൻ വേണ്ടി. 2009 മത്സരിക്കാൻ വരുന്ന സമയത്ത് പോലും കോൺഗ്രസ്സുകാർക്ക് മുറുമുറുപ്പായിരുന്നു. പിന്നീട് അതൊന്ന് മാറിക്കിട്ടി. 2024 ആയപ്പോൾ അദ്ദേഹം തന്നെ മണ്ഡലങ്ങളിലൊക്കെ സ്വയം പ്രഖ്യാപിച്ചു ഞാൻ ഇത് ലാസ്റ്റ് തെരഞ്ഞെടുപ്പാണ് എന്നുള്ള രീതിയിൽ. തരൂർ അന്നേ കണക്ക് കൂട്ടിയതാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ചില അപകടങ്ങളൊക്കെ മണത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് BJPയുടെ വളർച്ചയും കോൺഗ്രസിൻ്റെ ശുഷ്കമായ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹത്തിന് മനസ്സിലായി. കോൺഗ്രസ് പാർട്ടിയെ ഇനി നേരാവണ്ണം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പുതിയ ചുവട് വെച്ചുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതിനുള്ള യോഗ്യതയുണ്ട് തരൂരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശങ്ങളിലേക്ക് പോകുന്ന സംഘത്തിൻ്റെ തലവനാകാനുള്ള നിയോഗവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എല്ലാം ഒരു നിമിത്തമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതേ നിമിത്തം ഇനി K. മുരളീധരനും കൂടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾക്കിനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.